ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ചെറുപയറുടെ പരിപ്പ്, ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നമ്മളെ അവില്, നിങ്ങൾക്ക് വെള്ള നല്ല ഇപ്പോൾ 2 സൈസ് കിട്ടുന്നുണ്ടല്ലോ, ഒരു തിൻ അവിലും ഒരു കട്ടിയുള്ള അവിലും. ഞാനിപ്പോൾ ഇച്ചിരി കട്ടിയുള്ള അവിലാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് തൈര്, 1 കഷ്ണം ഇഞ്ചി, ഒരു 4-5 പച്ചമുളക്. ഇത്രയും സാധനം വെച്ച് നമുക്കൊരു അടിപൊളി സാധനം ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ ചെറുപയർ പരിപ്പിനെ 2-3 വെള്ളത്തിൽ കഴുകി 2 മണിക്കൂർ നമുക്ക് ഇതിനെ കുതിർക്കാൻ വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് പെട്ടെന്ന് വേണമെങ്കിൽ പെട്ടെന്ന് കുതിർത്തെടുക്കാം. പക്ഷെ ഞാൻ 2 മണിക്കൂർ ഇത് കുതിർത്ത് വയ്ക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അവിലും നല്ല 2 വെള്ളത്തിൽ കഴുകി ഞാൻ അത് കുതിർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കുതിർത്ത് വയ്ക്കാം. ഞാൻ ചെറുപയർ പരിപ്പ് നല്ല കുതിർത്ത് വെച്ചിട്ടുണ്ട്. നല്ല കഴുകി കുതിർത്ത് വെച്ചേക്കുക. അതുപോലെ ഞാൻ അവിലും എടുത്തു കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിലും ചെറുപയർ പരിപ്പും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ അരച്ചു കൊണ്ടുവരാം. കണ്ടോ കൂട്ടുകാരെ, മാവ് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മളെ ഒരു ദോശയുടെ കൺസിസ്റ്റൻസി കണ്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഇളക്കി വയ്ക്കാം. എളുപ്പമല്ലേ? അരി കുതിർത്ത് വയ്ക്കണം, അരയ്ക്കണം, എടുക്കണം. ഇതാണെങ്കിൽ പെട്ടെന്ന് പിള്ളേർ ആവശ്യപ്പെട്ടാലും പെട്ടെന്നൊരു ദോശ, അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് കയറി വരുന്നു, അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഇല്ലെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ശകലം ചൂടുവെള്ളത്തിൽ ഇതങ്ങ് 2 മണിക്കൂർ വേണം, 10 മിനിറ്റ് ചൂടുവെള്ളത്തിലല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് പെട്ടെന്ന് അങ്ങ് കുന്ന് കിട്ടും. എന്നിട്ട് കുറച്ച് അവലും ഇട്ട് അരച്ച് ഇഞ്ചിയും ദോശ ചുട്ട് കൊടുത്താൽ വന്ന ഗസ്റ്റ് സന്തോഷം, നമുക്കും സന്തോഷം അല്ലേ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നാൽ നമുക്കിനി അടുത്ത പരിപാടിയിലോട്ട് പോവാം. ദോശമാവ് റെഡിയായി. ഞാൻ അതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി, ക്യാരറ്റോ എന്താ വേണമെങ്കിലും ഇടാം. പക്ഷെ ഞാൻ വെറും മല്ലിയില മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടോ? ദോശക്കൽ അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലൊരു ഒരു ദോശ ചുട്ടെടുക്കാം. നമ്മളെ ദോശ റെഡിയായി. എന്താ ചമ്മന്തി, ഉള്ളി ചമ്മന്തി, ദോശ, അടിപൊളി ദോശ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് അടിക്കണം എങ്ങനെ ഉണ്ടെന്ന്.